മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മളൊക്കെ വായിച്ച വാർത്തയാണ്. 16-കാരനായ ആൺ സുഹൃത്ത് 14 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവളുടെ ജഡം റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്ന് കണ്ടെത്തുകയും ചെയ്തു. നമുക്കാർക്കും ഒരു അത്ഭുതമില്ല, ഒരു ഞെട്ടലില്ല. പഴയകാലത്ത് ഇത്തരം വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നത് യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നിതാ നമ്മുടെ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് കിലോമീറ്ററുകൾക്കകലെ നാം ഈ വാർത്തകൾ വായിക്കുകയാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി. തന്റെ മകന്, തന്റെ മകൾക്ക്, പ്രായപൂർത്തിയായ മക്കൾക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ട് എന്നറിഞ്ഞാൽ ഇന്ന് രക്ഷകർത്താക്കൾക്ക് യാതൊരു കൂസലുമില്ല. തന്റെ മകനൊരു പ്രണയമുണ്ട്, തന്റെ മകൾ ഒരാളെ പ്രണയിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒരു ഗൗരവവും ആ വിഷയത്തിൽ കൊടുക്കാറില്ല. ആയിക്കോട്ടെ, നടന്നോട്ടെ, അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതിന്റെ ബാക്കിയായി നമുക്ക് വായിക്കാനുള്ളതാണ് 16 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥി, 14 വയസ്സുകാരി എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സുകാരിയായ മകൾ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമായി, ലൈംഗിക ചൂഷണത്തിന് വിധേയമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വായിക്കുമ്പോൾ ശരിക്കും നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഇന്നൊരു സ്കൂളിൽ ഒരു അധ്യാപകന് തന്റെ വിദ്യാർത്ഥികൾ പരിധി വിട്ട് പെരുമാറിയാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ പ്രയാസമുള്ള കാലമാണ്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അധ്യാപകന്റെ ജോലി തെറിക്കും. അധ്യാപകൻ അതിൽ ഇടപെടാൻ അവസരമില്ല. 16ഉം 14ഉം വയസ്സുള്ള കുട്ടികൾ ഇത്തരം ലൈംഗികമായ അരാജകത്വത്തിലേക്ക് വീണുപോകുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഒരാൾ ഇത് ശരിയല്ല, ഈ പ്രണയബന്ധങ്ങൾ അനുവദനീയമല്ല, അല്ലെങ്കിൽ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള ഈ യാത്രകൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ മുസ്ലിയാർക്ക് കാലം തിരിഞ്ഞിട്ടില്ല. മുസ്ലിയാർ ഔട്ട്ഡേറ്റഡ് ആണ്. അവര് കസിൻസ് അല്ലേ, അവര് ഫ്രണ്ട്സ് അല്ലേ, അവര് ബെസ്റ്റിയല്ലേ, അവര് കാമുകനല്ലേ, അല്ലെങ്കിൽ അവര് ഒന്നിച്ചു പഠിക്കുന്നവരല്ലേ, അവരിങ്ങനെ ജീവിച്ചോട്ടെ, നിങ്ങളെന്തിന് കണ്ണുരുട്ടണം? അത്തരം ചിന്തകളുമായി നടക്കുന്ന മനുഷ്യർ ഈ മയ്യിത്തുകൾക്ക് മറുപടി പറയണം. 16 വയസ്സുള്ള കാമുകന് സംശയരോഗമായിരുന്നു അത്രേ. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് തുറക്കുന്ന വാതിലെല്ലാം അടച്ചുകളയുകയായിരുന്നു പരിശുദ്ധമായ ഇസ്ലാം, അതെന്തിന്റെ പേരിലാണെങ്കിലും. പക്ഷെ ഇന്നതൊക്കെ പറയാൻ ആളുകൾക്ക് ഭയമാണ്. പരസ്പരമുള്ള ഈ ബന്ധങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതിനെ നെവർ മൈൻഡ്, അത് നമ്മൾ സ്വീകരിക്കേണ്ടതല്ല. വീടിന്റെ ഉള്ളിൽ തന്റെ കുടുംബത്തിലെ എല്ലാ പുരുഷന്മാർക്കും, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ അനുവദനീയമല്ലാത്ത പുരുഷന്മാർക്കൊക്കെയും അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ചില ബന്ധങ്ങളെ നിർണയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നു പോകരുത് എന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് കാലം തിരിയാത്തവനായി മാറുന്ന കാലമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം.